തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസ് ചർച്ചാ വിഷയമാവുകയും 872 രൂപ മാസവാടക വിവാദം ആകുകയും ചെയ്തതോടെയാണ് MLA-മാരുടെ ശമ്പളം എത്രയെന്ന് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. ഈ മണ്ഡലത്തിലെ MLA-യും കോർപ്പറേഷൻ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ കൗൺസിലറും തമ്മിലാണ് മുറിയെ ചൊല്ലി വാക്ക് തർക്കമുണ്ടായത്. പിന്നാലെ കോൺഗ്രസ് നേതാവായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ MLA വാടകയ്ക്ക് എടുത്തിരിക്കുന്ന മുറിയുടെ വാടക എത്രയെന്ന് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. കോർപ്പറേഷനിലെ ഒരു പക്ഷം MLA-യുടെ ഈ വാടക മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കാലാവധി പൂർത്തിയാകുന്ന മാർച്ച് വരെ തുടരുമെന്നാണ് MLA പറയുന്നത്. ഏതായാലും സാധാരണ ജനങ്ങൾ എന്ന നിലയിൽ ഈ വാക്ക് തർക്കമൊക്കെ കാണാമെന്നല്ലാതെ ഇതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്നാൽ ജനപ്രതിനിധികളായ MLA-മാരുടെ ശമ്പളം അറിയുവാൻ നമുക്ക് അവസരമുണ്ട്. ദരിദ്രർ ഉൾപ്പെടെയുള്ള ഈ പൊതുജനങ്ങളെ സേവിക്കുന്നതിനായി ഇറങ്ങുന്ന ഇവർക്ക് ജനപ്രതിനിധികളാകുമ്പോൾ ലഭിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണല്ലോ. നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ് MLA. ഈ MLA-മാർക്ക് കിട്ടുന്ന അടിസ്ഥാന ശമ്പളം 2000 രൂപയാണ്. ഈ ശമ്പളം കേൾക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന വരുമാനം പോലും ഇവർക്ക് ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു പോകും. എന്നാൽ അങ്ങനെ ചെയ്യാൻ വരട്ടെ. ശമ്പളം എന്ന പേരിൽ 2000 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിലും ഇതിന്റെ 35 ഇരട്ടിയിലധികം തുക മറ്റ് പേരുകളിലായി ഇവർക്ക് പ്രതിമാസം ലഭിക്കുന്നുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ MLA-മാർക്ക് എല്ലാ മാസവും 2000 രൂപ ശമ്പള ഇനത്തിൽ കിട്ടുന്നു. പിന്നെ മണ്ഡല അലവൻസ് എന്ന പേരിൽ 25,000 രൂപ. അടുത്തതായി വരുന്നത് യാത്രാ അലവൻസ്. കുറഞ്ഞത് 20,000 രൂപ കിട്ടും. അതിലും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ലഭിക്കും. ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു അലവൻസ്, ടെലിഫോൺ അലവൻസ്. ഈ ഇനത്തിൽ 11,000 രൂപയാണ് ഒരു ജനപ്രതിനിധിക്ക് പ്രതിമാസം ലഭിക്കുന്നത്. 500 രൂപയ്ക്ക് താഴെ ചാർജ് ചെയ്താൽ അൺലിമിറ്റഡ് കോളുകളും ഇന്റർനെറ്റും ഒക്കെ ഉള്ള ഈ കാലത്ത് ഈ തുകയുടെ അടിസ്ഥാനം എന്താണെന്ന് നാം ചിന്തിച്ചു പോകും. ഇനി അടുത്തത് ഇൻഫർമേഷൻ അലവൻസ് ആണ്. പ്രതിമാസം 4,000 രൂപ. അടുത്തതായി MLA ഓഫീസ് നടത്തിപ്പിനായി 8,000 രൂപ പ്രതിമാസം ലഭിക്കുന്നുണ്ട്. കൂടാതെ നിയമസഭാ സമ്മേളനങ്ങളിൽ ഓരോ സിറ്റിംഗിനും 1000 രൂപ വെച്ച് നൽകും. എല്ലാം കൂടി ഏകദേശം 70,000 രൂപയാണ് MLA-ക്ക് പ്രതിമാസം കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയി കിട്ടുന്നത്. ഇതിനു പുറമെ KSRTC-യിൽ സൗജന്യ യാത്ര, 20 ലക്ഷം രൂപ വരെയുള്ള അപകട ഇൻഷുറൻസ്, വാഹനം വാങ്ങുന്നതിനായി പലിശയില്ലാതെ 10 ലക്ഷം രൂപ വായ്പ, വീട് പണിയുന്നതിനായി 20 ലക്ഷം രൂപ വായ്പ, പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി പ്രതിവർഷം 15,000 രൂപ തുടങ്ങിയ ആനുകൂല്യങ്ങൾ കേരളത്തിലെ MLA-മാർക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്റ്റാഫ് അലവൻസും ഉണ്ട്. 2 ജീവനക്കാരെ നിയമിക്കുന്നതിനായി 20,000 രൂപ വീതം സ്റ്റാഫ് അലവൻസ് ലഭിക്കുന്നുണ്ട്. MLA-മാർക്കും കുടുംബത്തിനും പരിധിയില്ലാതെ മെഡിക്കൽ ചെലവ് തുകകൾ റീഇംബേഴ്സ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. തിരഞ്ഞെടുപ്പ് വന്ന് MLA തോറ്റുപോവുകയോ സ്ഥാനം നഷ്ടമാവുകയോ ചെയ്താലും ആനുകൂല്യങ്ങൾ അവസാനിക്കുന്നില്ല. 5 വർഷം ജനപ്രതിനിധിയായി പൂർത്തിയാക്കിയവർക്ക് ഏറ്റവും കുറഞ്ഞത് 20,000 രൂപ പെൻഷൻ ലഭിക്കും. 5 വർഷത്തിന് മുകളിൽ ഓരോ വർഷത്തിനും 1000 രൂപ വീതം അധികമായി ഈ പെൻഷനിൽ ലഭിക്കും. 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ 3,000 രൂപ അധികമായി ലഭിക്കും. ഇങ്ങനെ പരമാവധി 50,000 രൂപ വരെ മരണം വരെ ഇവർക്ക് പെൻഷനായി ലഭിക്കും. MLA മരിച്ചാൽ ഭാര്യയ്ക്കോ ആശ്രിതർക്കോ അവരുടെ മരണം വരെ ഫാമിലി പെൻഷനിൽ ലഭിക്കും. ഇനി ഇതിനൊക്കെ പുറമെ പഴയ MLA-മാർക്ക് റെയിൽവേ യാത്ര നടത്താനും വാഹന ഇന്ധന ചെലവിലേക്കും പ്രതിവർഷം 1 ലക്ഷം രൂപയുടെ റെയിൽ അല്ലെങ്കിൽ ഫ്യൂൽ കൂപ്പണും ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവർക്ക് ജനങ്ങളെ സേവിക്കാനായി വലിയൊരു താല്പര്യം ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണം എന്താണെന്ന്. MLA-മാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിയമസഭാ സമ്മേളനങ്ങളിൽ തീരുമാനിക്കുമ്പോൾ നിറകയ്യൊടിയോടുകൂടെയാണ് അത് പാസ്സാകാറുള്ളത്. ഇതൊക്കെയാണെങ്കിലും MLA-മാർക്ക് എപ്പോഴും പരാതിയും പരിഭവമേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലെ MLA-മാർക്കുള്ള ശമ്പളം അവർക്കില്ല എന്നാണ് ഇവരുടെ പരാതി. ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ MLA-മാർക്ക് നൽകുന്ന ശമ്പളം കേട്ടാൽ കേരളത്തിലെ MLA-മാർ പാവങ്ങളാണെന്ന് പറയേണ്ടി വരും. കേരളത്തിലെ MLA-ക്ക് 70,000 രൂപയാണ് മാസം കിട്ടുന്നതെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ MLA-മാർക്ക് കിട്ടുന്ന ശമ്പളം എത്രയെന്ന് കൂടി താരതമ്യം ചെയ്ത് നോക്കിയാലോ. ആദ്യം തെലങ്കാനയും മഹാരാഷ്ട്രയും നോക്കാം. അവിടെ MLA-മാർക്ക് പ്രതിമാസം ലഭിക്കുന്നത് 2.5 ലക്ഷം രൂപയാണ്. കേരളത്തിലെ MLA-മാരുടെ പ്രതിമാസ വേതനത്തെക്കാൾ 3 ഇരട്ടിയിലധികം വരും ഇത്. ഇനി തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് നോക്കുമ്പോൾ ഡൽഹിയിലെ MLA-മാർക്ക് 2,10,000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. ഉത്തർപ്രദേശിലെ MLA-മാർക്ക് 1,87,000 രൂപയാണ്. ഹിമാചൽ പ്രദേശിലെ MLA-മാർക്ക് 2 ലക്ഷം രൂപ പ്രതിമാസം. എന്നാൽ ഇതൊന്നുമല്ല, ഏറ്റവും അധികം രൂപ പ്രതിമാസം MLA-മാർക്ക് നൽകുന്ന സംസ്ഥാനം മറ്റൊന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായ സംസ്ഥാനം, അതിദരിദ്രരായ ജനങ്ങൾ ധാരാളമുള്ള സംസ്ഥാനം ജാർഖണ്ഡ്. അവിടെ
2,90,000 രൂപയാണ് MLA-മാർക്ക് പ്രതിമാസം നൽകുന്നത്. കേരളത്തേതിനേക്കാൾ 4 ഇരട്ടി വരുന്ന തുകയാണിത്. നല്ലതോ ദോഷമോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാറ്റിലും നമ്പർ 1 എന്ന പറയുന്ന കേരളത്തിന് ഈ കാര്യത്തിലെങ്കിലും പിന്നിലാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഈ MLA-മാർക്കാണോ MP-മാർക്കാണോ കൂടുതൽ ശമ്പളമുള്ളത് എന്ന്. MLA-മാരെ പോലെ തന്നെ MP-മാരും സാധാരണക്കാരായ നമ്മെ പോലുള്ള ജനങ്ങളുടെ പ്രതിനിധികളാണല്ലോ. അവരുടെ ആനുകൂല്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. പാർലമെന്റ് MP-മാർക്ക് പ്രതിമാസം ഏകദേശം 2,86,000 രൂപയാണ് ലഭിക്കുന്നത്. യാത്രാ ചെലവുകൾ അതാത് സംസ്ഥാനവും തലസ്ഥാനവും ആയുള്ള അകലമനുസരിച്ച് കൂടുതൽ നൽകും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും MP-മാർക്കാണ് അത്തരത്തിൽ കൂടുതൽ യാത്രാബദ്ധ ലഭിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഏറ്റവും അകലെയായി സ്ഥിതി ചെയ്യുന്ന 2 സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. എന്നാൽ വിമാന ടിക്കറ്റ് നിരക്ക് കൂടുതലായി വരുന്നത് കൊണ്ട് തന്നെ ഇത് വരുമാനമായിട്ട് കാണാൻ കഴിയില്ല. MLA-മാരുടെയും MP-മാരുടെയും വരുമാനം കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? 5 വർഷം MLA ആയി സേവനം അനുഷ്ഠിച്ച ആളുകൾ ആജീവനാന്ത പെൻഷൻ കിട്ടുന്നതിനെ കുറിച്ചും MLA ആയി ഇരുന്ന കാലയളവിന് അനുസരിച്ച് പെൻഷൻ വർദ്ധിക്കുന്നതിനെ കുറിച്ചും മറ്റ് നിരവധി ആനുകൂല്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം പങ്കുവയ്ക്കുക. ഇതുപോലുള്ള വിഷയങ്ങൾ കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വയ്ക്കുക.